അപ്പോൾ നമ്മുടെ അടുത്ത സോളാറിൻ്റെ പണി വന്നിട്ടുണ്ട് കേട്ടോ. പൈപ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഒക്കെ പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ടാണ് മുകളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി ഒക്കെ ഡെമ്മി വെച്ച് അടയ്ക്കുകയാണ്. ഇനി അടുത്തത് പ്രൈമർ അടിക്കാനുണ്ട്. അതും കഴിഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് മുകളിലേക്ക് കയറ്റുക. അപ്പോൾ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പൈപ്പും പ്രൈമർ അടിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് വെൽഡിങ്ങിൻ്റെ പണി മാത്രം, സെറ്റിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ താഴ്ന്നതാണ് കേട്ടോ. നമ്മൾ പ്രൈമർ അടി അവസാനമായി. ഇനിയിപ്പോൾ മുകളിലേക്ക് കയറ്റുകയാണ്. എല്ലാം ഓരോരോ പൈപ്പായിട്ട് തന്നെ മുകളിൽ കയറ്റണം. കാരണം വെയിറ്റുള്ള പൈപ്പാണ്, സ്റ്റെപ്പ് കയറാൻ തന്നെ വയ്യ. അപ്പോൾ എല്ലാം മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ വന്നിട്ട് പ്ലേറ്റ് അടിച്ച് സെറ്റാക്കി റെഡിയാക്കണം. അതിനുള്ള അളവെടുത്ത് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വരച്ചിട്ടാണ് അതിൽ പ്ലേറ്റ് അടിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് അടിയൊക്കെ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടി. അപ്പോൾ പ്ലേറ്റൊക്കെ അടിച്ച് നമ്മൾ ബെഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കാലൊക്കെ വെച്ച് ബെഡ് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ 2 സ്ട്രക്ചറായിട്ട് ചെയ്യുന്നത്. അതായത് 5 5 10 പാനലാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ 5 എണ്ണം ആയിട്ടാണ്, 2 എണ്ണം ആയിട്ടാണ്, 2 സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബെഡ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് അടിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാലിൻ്റെ എണ്ണം കുറയും. പിന്നെ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട്. വെയിലും വരുന്നുണ്ട്, മഴക്കാറും വരുന്നുണ്ട്. അതിൻ്റെയാണ് കേട്ടോ എഫക്റ്റ് വരുന്നത്. ഞാൻ എഡിറ്റ് ചെയ്തതാണോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാതെ കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ എഡിറ്റിംഗ് ഒന്നും അല്ല, അത് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ഈ കളറ് ഡിമ്മായും ഇതായിട്ടൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ബെഡിൻ്റെ പണിയൊക്കെ ഏകദേശം ബാക്കത്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ കൈയോടെ തന്നെ മുകളിലേക്കുള്ള സ്ട്രക്ചർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലുള്ള 5 എണ്ണത്തിൻ്റെയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ദിവസത്തെ പണിയാണിത്, ഫുള്ള് സ്ട്രക്ചർ പണി. ഇനിയിപ്പോൾ അതിൽ കോൺക്രീറ്റും ഫുള്ള് പെയിൻറ്റിങ്ങിൻ്റെയും പണി മാത്രം പെൻഡിങ് ഉള്ളൂ. ബാക്കി സ്ട്രക്ചറിൻ്റെ പണിയൊക്കെ നമ്മൾ ഏകദേശം ഒരു 7:30, ഒരു 6:45, 7 മണിയാകുമ്പോഴത്തേക്കും കഴിഞ്ഞു. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഫുള്ള് വർക്ക് ചെയ്തതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പാനൽ കയറ്റാനുണ്ട്. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കണം. അതിനുശേഷം നമ്മൾ ഫുള്ള് വർക്ക് കഴിഞ്ഞതിൻ്റെ പാനലൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.